ഒരു മൂന്നാമത്തെ ഒരു മോനേനു. ആ മോന് പിന്നെ പെട്ടെന്നൊരു അസുഖം വന്ന് വയറ്റ് പോക്കും ഛർദി. എന്നിട്ട് ഡോക്ടറെ അടുത്തൊന്നും കൊണ്ടുപോകാനന്ന് സാധിച്ചില്ല. അങ്ങനെ ഒരു മാസം വരെ വയറ്റ് പോക്കും ഛർദി. ഇവരാരും കൊണ്ടുപോകുന്നില്ല ഡോക്ടറെ അടുത്ത്. എന്ത് ചെയ്യേണ്ടെന്ന് അറിയില്ല. ചെറിയ പ്രായമില്ല എനിക്ക്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ജാസ്തിയായിട്ട് ഒരാൾ പറഞ്ഞ് ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുന്നു പറഞ്ഞിട്ട് പൈസ തന്ന് അങ്ങനെ ആസ്പത്രിയിൽ കൊണ്ടുപോയതിൻ്റെ ശേഷം അന്ന് കുട്ടിക്ക് അധികമായി. ആടെ നിന്ന് മരിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നു. ഞാനേ ഉള്ളൂ, ഞാനും അച്ഛൻ്റെ ചങ്ങായി വീട്ടിൽ കൊണ്ടുവന്ന്. അല്ല, നിങ്ങൾ ആസ്പത്രിയിൽ നിന്ന് ഇങ്ങനെ ഷോക്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ട്? മരിച്ചറിയില്ല. ഷോക്സ് എല്ലാം ഇട്ടിട്ട് ഞാൻ പോയി നിന്ന. ഇവിടെ കുട്ടീൻ്റെ അച്ഛനാടില്ല, അങ്ങോട്ട് പോയി. എന്നിട്ട് ഞാൻ പോയി വിളിക്കുകയും ചെയ്തിരുന്നപ്പോഴത്തേക്ക് കുട്ടീൻ്റെ ജീവൻ പോയി. ജീവൻ പോകുമ്പോൾ ഞാൻ എടുത്തില്ല. വേറെ ആരും ഇല്ലല്ലോ. അന്ന് കരണ്ടും ഇല്ല. മെഴുകുതിരി കത്തിച്ചേച്ചിന് കണ്ണൂർ ആസ്പത്രിയിലാണ്, ഗവൺമെൻറ് ആസ്പത്രിയിൽ. വയറ്റ് പോക്കും ഛർദി വന്നു. അങ്ങനെ കുട്ടീനെ വീട്ടിൽ കൊണ്ടുവന്ന് അത് മറവി ഇത് കൊണ്ടാക്കുമ്പോഴൊന്നും ഞാനറിയില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. അതിനെ വെറും മണ്ണെ കൊണ്ടുപോയി കിടത്തി. ഒരു തുണി വരെ വിരിക്കണ്ട്. അത്രയും കഷ്ടപ്പാടിൽ അന്നുണ്ടായി. ഒരു കുപ്പായം വരെ ഇട്ട് കൊടുത്തില്ല. ഏതെല്ലാം ആൾക്കാർ കൊണ്ടുപോയിട്ട് കുണ്ടിൽ വെച്ചു. എനിക്ക് ബോധം വരുന്നപ്പോഴത്തേക്ക് കുട്ടീനെ വെച്ചു. അങ്ങനെ നമ്മളെ നാട്ടുകാരെല്ലാം വന്ന് കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുപോകും തലശ്ശേരി. അപ്പോഴത്തേക്ക് ഇവര് മറവ് ചെയ്തിന്, അവരെ കാണിച്ചിട്ടില്ല. ഡ്രസ്സും കൊണ്ട് വന്ന് ഇവര് വേഗം മറവ് ചെയ്ത് നമ്മക്ക് താമസിക്കാൻ കഴിയില്ല, ചെറിയ കുട്ടിയല്ലെന്ന് പറഞ്ഞിട്ട് മറവില്ല. അതിന്റെ വേദന. അത് ഏത് കൊല്ലായിരിക്കും? 83 54? ഇല്ല, ഞാൻ ജനിച്ചിട്ടില്ലല്ലോ അന്നേരം. 82 79 81 ജോലി 82 83 തന്നെയാണ്. 83 ഞാൻ. അതെയാ? 82 82 ജോലി 81 അല്ലേ? 79 തേജുവിന് 79 അമ്മ 79 അമ്മ 80 90 100 79 80 81 81 തന്നെ. കർക്കിടക മാസം 28 അന്ന് രാവണനെ വധിച്ച ദിവസം. ഒരു ദിവസം ഇതിന്റെ തലക്ക് ഇത് പാമ്പ് വന്ന് നിന്നിന്. പെണ്ണേ പോണ്ടതാ. അത് ഞമ്മടെ വീട്ടിൽ നിന്നായതുകൊണ്ട് നാട്ടുകാരെല്ലാം വന്ന് അതിനെ തച്ച് വന്നു. പക്ഷേ പിന്നെ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം കുട്ടിക്ക് സൂക്കേടായി. അതുവരെ ഒന്നുമില്ലേന്. അങ്ങനെ മരിച്ച്. പിന്നെ വീട്ടിൽ കൂട്ടിയിട്ട് പോയി എന്നെ. പിന്നെ എല്ലാവരും വന്നിന്. രവിയേട്ടൻ, അമ്മമ്മ, പിന്നെ രവിയേണ്ട ചങ്ങായിമാർ, മൈതിരി ചേച്ചി എല്ലാം വന്നിന്. അവരാരും കുട്ടീനെ കണ്ടിട്ടില്ല. അങ്ങനെ ഈ ഒരു വിഷമം ഇപ്പോഴും മനസ്സിലാകുന്നുണ്ട് ആ കുട്ടീൻ്റെ. അങ്ങനെ മരിച്ചുകൊണ്ട് അതിനെ നോക്കാണ്ട്. പിന്നെ ഒരെണ്ണ കിട്ടിയത് 5-മത്തെ.